8085 അഡ്രസ്സിംഗ് മോഡ്സ്. നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ച് മുമ്പ് ചെറിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസൊക്കെ കൂടുതലായിട്ട് നോക്കാം അഡ്രസ്സിംഗ് മോഡ്സിൻ്റെ. എന്തായിരുന്നു അഡ്രസ്സിംഗ് മോഡ്സ്? എങ്ങനെ നമ്മൾ ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യുന്നു, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ മൈക്രോപ്രൊസസ്സർ ഒരു ഡാറ്റയെ ആക്സസ് ചെയ്യുന്നു, ആ ഒരു രീതി, അതാണ് എന്ത് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഒരു ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഓപ്പറാൻഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷനിൽ ഓപ്പറാൻഡ് ഉണ്ടായിരിക്കും, ഓപ്പ് കോഡും ഉണ്ടായിരിക്കും. ഓപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ എന്ത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അതാണ് ഓപ്പ് കോഡ്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് ഡാറ്റയുടെ മേലെയാണോ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അതാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ദ വേ ഓഫ് സ്പെസിഫൈങ് ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് ബൈ ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് അഡ്രസ്സിംഗ് മോഡ്. ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റയെ ഏത് രീതിയിലാണ് ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ ഒരു മെത്തേഡിനെയാണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. 8085 മൈക്രോപ്രൊസസ്സറിൽ 5 തരം അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഉള്ളത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്, അങ്ങനെ 5 തരം അഡ്രസ്സിംഗ് മോഡ്സിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓപ്പറാൻഡ് ആ ഡാറ്റയിൽ തന്നെ ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് അവിടെ നോക്കുക, MVI B,45H. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇമ്മീഡിയറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് I എന്ന് പറയുന്നത്. MVI, ADI, ANI എല്ലാ ഇൻസ്ട്രക്ഷനിലും, എല്ലാ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനിലും I എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ടായിരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ MVI B,45H എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? 45H എന്ന് പറയുന്ന ഡാറ്റ B എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം ഇമ്മീഡിയറ്റ്ലി, അല്ലേ? ഡാറ്റ ആ ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ട്. അതാണ് എന്ത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ ADI 45H എന്താണ്? ആഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ പെർഫോം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ADI എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യേണ്ട ഡാറ്റ, സോഴ്സ് ഡാറ്റ ഇൻസ്ട്രക്ഷനിൽ തന്നെയുണ്ട്, അല്ലേ? 45H, അതായത് 45H എന്ന് പറയുന്ന ഡാറ്റ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. അതാണ് ADI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ I കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? തൊട്ടടുത്തായിട്ട് വരാൻ പോകുന്നത് സോഴ്സ് ഡാറ്റയാണ്. ദെൻ ANI 74H എന്താണ് ANI? ആൻഡ് ഇമ്മീഡിയറ്റ്. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 74H എന്ന് പറയുന്ന ഡാറ്റ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആൻഡ് ചെയ്യുക. അതാണ് ANI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ SUA എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്യാനാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് യൂസ് ചെയ്യുന്നത്. സോ SUI ആണ്. SUI 37H അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുക, റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. അതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ പറയുമ്പോൾ അതിൽ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡാറ്റ, അതായത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റ രജിസ്റ്ററിൽ ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, എക്സാമ്പിളായിട്ട് മൂവ് A, B. ഡാറ്റ ഏതിലാണുള്ളത്? രജിസ്റ്ററിലാണ്. AB രജിസ്റ്ററിലാണ് ഡാറ്റ ഉള്ളത്. മൂവ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ B ടു രജിസ്റ്റർ A. B എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റ് A എന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. അതുപോലെ ആഡ് B എന്ന് പറഞ്ഞാൽ B എന്ന രജിസ്റ്ററിലെ കണ്ടൻറ്റ് A എന്ന അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. അത് ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, ഡാറ്റ ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇൻസ്ട്രക്ഷനകത്ത് രജിസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്, ഓപ്പറാൻഡ് സ്ഥാനത്ത് ഈ രജിസ്റ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതെന്താണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ചിലപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു രജിസ്റ്ററേ ഉണ്ടാവുകയുള്ളായിരിക്കും. ആഡ് B എന്ന് പറയുമ്പോൾ ഒരു രജിസ്റ്ററേ ഉള്ളൂ. കാരണം എന്താണ്? മറ്റൊന്ന് എന്താണ്? അക്യുമുലേറ്ററാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആഡ് ബിയിലെ കണ്ടൻറ്റും ഒരു ഓപ്പറാൻഡ് ബിയിലാണെങ്കിൽ മറ്റേ ഓപ്പറാൻഡ് എന്തിലായിരിക്കും ഉണ്ടാവുക? അക്യുമുലേറ്ററിലാണ് ഉണ്ടാവുക.
അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റുമായിട്ട് ആഡ് ചെയ്യുക, റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ദെൻ നെക്സ്റ്റ് ആണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്നത് ഡയറക്റ്റ് ലൊക്കേഷൻ. ഓക്കെ, എന്താണ് ഡാറ്റ, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റ ഏത് മെമ്മറി ലൊക്കേഷനാണോ ആ ലൊക്കേഷനാണ് അവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഓപ്പറാൻഡിൻ്റെ സ്ഥാനത്ത് LDA 2050H എന്താണ്, നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആണെങ്കിൽ LDI എന്നാണ് പറയുക അല്ലേ, കാരണം I റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആണ്. ഇവിടെ LDA ആണ്. LDA എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, ലോഡ് അക്യുമുലേറ്ററാണ്. LDA 2050H എന്ന് പറയുമ്പോൾ 2050 എന്താണ്, 2050 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനാണ്. LDI എന്നാണെങ്കിൽ I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡാറ്റയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ LDA എന്നാണെങ്കിൽ അത് തൊട്ട് പുറകെ വരുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. LDI ആണെങ്കിൽ I കഴിഞ്ഞ് തൊട്ടടുത്തതായിട്ട് വരാൻ പോകുന്നത് ഡാറ്റ ആയിരിക്കും. LDA ആണെങ്കിൽ അതിലെന്തായിരിക്കും വരിക, മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ തന്നിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുക. 2050H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക. ദെൻ ഇൻ 07H എന്താണ്, ഇൻപുട്ട് ചെയ്യാനാണ്. അതായത് ഇൻപുട്ട് പോർട്ടിൻ്റെ അഡ്രസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് 07H. അതായത് കണ്ടൻറ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി, പ്രോസസറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഇൻ 07H. അതുപോലെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റിസൾട്ട് ഒരു ഔട്ട്പുട്ട് പോർട്ടിലൂടെ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 05H എന്ന് പറയുന്ന ഔട്ട്പുട്ട് പോർട്ടിൻ്റെ ലൊക്കേഷനിലൂടെ, മെമ്മറി ലൊക്കേഷനിലൂടെ ഔട്ട്പുട്ട് പോർട്ടിൻ്റെ അഡ്രസ്സിലൂടെ എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യുക. ഇൻ 07H എന്ന് പറയുമ്പോൾ 07 എന്ന ഔട്ട്പുട്ട് പോർട്ടിൻ്റെ അഡ്രസ്സിലൂടെ ഇൻപുട്ട് ചെയ്യുക. ദെൻ STA 2000H. STA മീൻ ചെയ്യുന്നത് എന്താണ്, STA 2000H എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിലെ ഡാറ്റ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. STA എന്ന് പറഞ്ഞാൽ സ്റ്റോറിങ് ആണ്. എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് തന്നിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസിലെല്ലാം എന്താണ്, അഡ്രസ്സാണ് തരുന്നത് അല്ലേ, മെമ്മറി ലൊക്കേഷനോ അല്ലെങ്കിൽ പോർട്ട് അഡ്രസ്സോ ഒക്കെയാണ് തരുന്നത്. അപ്പോൾ അതാണ് എന്ത്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഡയറക്റ്റ് അഡ്രസ്സാണ് തരിക, അതായത് മെമ്മറി ലൊക്കേഷനോ പോർട്ട് അഡ്രസ്സോ ഒക്കെയാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ തരിക. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റേഴ്സ് ആണ് തരിക. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ അതിലെന്താ തരിക, ഡാറ്റയാണ് തരിക. ദെൻ നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഡാറ്റ വരുന്നത്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. Data to be operated is available inside a memory location and that memory location is indirectly specified by a register pair. എക്സാമ്പിൾ നോക്കൂ, മൂവ് M, A എന്ന് പറയുന്ന എന്താണ്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് M എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. M എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷനിൽ M എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം, എന്താ മനസ്സിലാക്കേണ്ടത്, M പോയിൻ്റ് ചെയ്യുന്നത് HL രജിസ്റ്റർ പെയറിലേക്കാണ്. HL രജിസ്റ്റർ പെയറിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലേക്കാണ് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇൻഡയറക്ഷൻ വരുന്നുണ്ട് അല്ലേ. അതുപോലെ LDAX-B എന്ന് പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് LDA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലോഡ് അക്യുമുലേറ്ററാണ്. അതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ വന്നിട്ടുണ്ട്. എക്സ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 16 ബിറ്റാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് എന്നാണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് 16 ബിറ്റ് വെച്ചുള്ള എന്തോ ആണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്, 16 ബിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ. അപ്പോൾ LDAX-B എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം, B എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 16 ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ B അല്ല, BC, അതായത് 16 ബിറ്റ് അവിടെ രജിസ്റ്റർ പെയർ എടുക്കണം അല്ലേ. ബിയുടെ പെയർ ഏതാണ്, C ആണ്, BC ആണ്. സോ LDAX-B എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെടുക്കണം, BC എടുക്കണം. ഓക്കെ, അതുപോലെ SGAX-B എന്താണ്, BC എന്ന രജിസ്റ്റർ പെയർ എടുക്കണം. ഓക്കെ, അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റ ഒരു മെമ്മറി ലൊക്കേഷനകത്താണ് ഉണ്ടാവുക. ആ മെമ്മറി ലൊക്കേഷൻ ഒരു രജിസ്റ്റർ പെയറിനകത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷനിൽ LDAX-B എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്ന
രജിസ്റ്റർ പെയർ, ബി എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ പെയർ എന്ന് പറയുമ്പോൾ ബി സി എന്ന രജിസ്റ്റർ പെയറിനകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അതിലേക്കാണ് എന്ത് വരുന്നത്, ലോഡിങ് വരുന്നത് അല്ലേ. അതുപോലെ SGX-B എന്ന് പറയുമ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്, BC എന്ന് പറയുന്ന രജിസ്റ്ററിൽ പോയി നോക്കിയാൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും. ആ മെമ്മറി ലൊക്കേഷനിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ LDAX എന്ന് പറയുമ്പോൾ ലോഡ് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ലോഡ് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാം. എങ്ങനെയാണ്, BCയിൽ പോയി നോക്കിയിട്ട് മെമ്മറി ലൊക്കേഷൻ ഏതാണ് എന്ന് നോക്കിയിട്ടാണ് ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഇൻഡയറക്ഷൻ ആണ് വരുന്നത്. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റയെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവിടെ കൊടുക്കുക, ഡയറക്റ്റ് ആയിട്ട് കൊടുക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. ദെൻ ഇംപ്ലൈഡ് ഓർ ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പറാൻഡ് ഒന്നും തന്നെ കൊടുക്കില്ല, ഇൻസ്ട്രക്ഷനിൽ ഓപ്പറാൻഡ് ഒന്നും കൊടുക്കില്ല. ഡാറ്റ ടു ബി ഓപ്പറേറ്റർ ഈസ് അവൈലബിൾ ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. അതായത് ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവും എന്താണ് അല്ലെങ്കിൽ എന്ത് ഡാറ്റയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് CMA എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്ററാണ്. അപ്പോൾ അവിടെ വേറെ ഓപ്പറാൻഡ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എന്താണോ അത് കോംപ്ലിമെൻറ്റ് ചെയ്യാം. അക്യുമുലേറ്ററിൽ 0 ആണുള്ളതെങ്കിൽ അത് 1 ആക്കുക, അക്യുമുലേറ്ററിൽ 1 ആണെങ്കിൽ അത് 0 ആക്കുക, ജസ്റ്റ് അത് കോംപ്ലിമെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ CMA എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ വേറൊരു ഓപ്പറാൻഡിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ നമ്മുടെ റൊട്ടേഷൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ്, RAL എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിനകത്ത് വേറൊരു ഓപ്പറാൻഡ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എന്താണോ അത് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുക. അതുപോലെ RLC റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി. അതുപോലെ STC എന്ന് പറയുമ്പോൾ സെറ്റ് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഓപ്പറാൻഡിൻ്റെ ആവശ്യം വരുന്നില്ല അല്ലേ, ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്താൽ മതി, 1 ആക്കി കൊടുത്താൽ മതി. അത്രയാണ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നത്. അപ്പോൾ ഇംപ്ലൈഡ് ആണെങ്കിൽ ഓപ്പറാൻഡ് ഒന്നും തന്നെ കൊടുക്കില്ല, ഇൻസ്ട്രക്ഷനിൽ തന്നെ ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ. ഇനി രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണെങ്കിൽ നമുക്ക് വേണ്ട ലൊക്കേഷൻ, മെമ്മറി ലൊക്കേഷൻ ഒരു രജിസ്റ്റർ പെയറിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ രജിസ്റ്റർ പെയറിനകത്ത് പോയി നോക്കിയാൽ മെമ്മറി ലൊക്കേഷൻ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അഡ്രസ്സ് ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഓപ്പറാൻഡ് ഏതാണോ അത് എവിടെയാണ് ഉണ്ടാവുക, രജിസ്റ്ററിനകത്താണ് ഉണ്ടാവുക. ആ രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുക. ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റർ ആണെങ്കിൽ അത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡായിരിക്കും. ദെൻ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഓപ്പറാൻഡ് ഇൻസ്ട്രക്ഷനിൽ തന്നെ കൊടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അത്രയാണ് അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നത്.